യുണൈറ്റഡ് ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ 2-2 സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ മൈതാനത്തായിരുന്നു കളി നടന്നത്. അപ്പോൾ നമ്മളെ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ടെൻ ഹാഗ് എറയിലെ ഒരു യുണൈറ്റഡിനെ ഇന്ന് ശരിക്കും നമ്മൾ കണ്ടു. മിഡ്ഫീൽഡിലും വിങ്ങിലും നല്ല സ്പേസ് കൊടുത്തുകൊണ്ട് അവരെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊണ്ടും ക്രോസുകൾ കുറേ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചുകൊണ്ടും യുണൈറ്റഡ് ഇന്ന് 2 ഗോളുകൾ കൺസീഡ് ചെയ്ത്. ശരിക്കും അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഗോളുകളായിരുന്നു. ആ ഗോളുകൾ വന്ന വഴി അവിടെ ഡിഫെൻസ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു യുണൈറ്റഡിൻ്റെ. അത് ഇപ്പോൾ ഈ ഒരു 3-4 കളിയായിട്ട് ടാക്റ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്ന ഒരു അമോറിമിനെയാണ് കണ്ടതെങ്കിൽ ഇന്ന് വളരെ കാഷ്വലായിട്ട് ടീമിനെ കളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് എനിക്ക് പേഴ്സണലായിട്ട് കാണാൻ പറ്റിയത്. അത് എന്തുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ 1 ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഡാലോട്ടിനെ ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും കോമ്പാക്റ്റ് ആയിട്ട് നിർത്താൻ പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. ഡാലോട്ടിന് എന്തിനാണ് ഇങ്ങനെ നല്ല രീതിയിൽ അറ്റാക്കിങ്ങിലേക്ക് കളിപ്പിച്ചത്? സെക്കൻഡ് ഹാഫിൽ 1 ഗോളിന് നമ്മൾ ലീഡാണ്. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യേണ്ടതല്ലേ? അവിടെ കളിക്കുമ്പോൾ അവർ കളിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി വന്നിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യണം. നമ്മൾ 2 ഗോളുകൾ നോക്കുന്നതാണെങ്കിലും കോൺസെൻട്രേഷൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊക്കെ പണ്ട് ടെൻ ഹാഗിൻ്റെ ഇറയിൽ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ 1, 2, 3 ഗോൾ അടിച്ചിട്ട് തിരിച്ച് അതേപോലെ ഗോളുകൾ വാങ്ങിക്കുന്നത്. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഇന്ന് കളി ഉണ്ടായത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നല്ല രീതിയിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള, അതായത് ബ്രൈറ്റനെതിരെ ആണെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ബോളുകൾ മാക്സിമം ബ്ലോക്ക് ചെയ്ത് നല്ല ഫിസിക്കലായിട്ട് ചാലഞ്ച് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഫിസിക്കാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. എന്താണ് പറയേണ്ടതിന്? എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിപ്പോയി. എന്താണ് യുണൈറ്റഡ് ഈ രീതിയിൽ പെട്ടെന്ന് മാറിയത്? ഒരാഴ്ച ഇടവിട്ടിട്ടാണ് യുണൈറ്റഡിൻ്റെ കളിയുള്ളത്. എന്നിട്ട് പോലും യുണൈറ്റഡിന് 2 ഗോൾ കൺസീഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും 1 പോയിന്റ് കിട്ടിയത് ഭാഗ്യം. എന്തായാലും കൂടുതൽ ഗോള് നോട്ടിംഗ്ഹാം അടിച്ചില്ല. എന്തായാലും അതൊരു ഭാഗ്യമായിട്ട് കരുതാം നമ്മൾക്ക്. അപ്പോൾ കളിയിലേക്ക് നമ്മൾക്ക് വരാം. അപ്പോൾ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതലേ 2 ടീമും മാറി മാറി അറ്റാക്ക് ചെയ്യുന്നു. ഒരു ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റേ ടീം വലിഞ്ഞ് ഡിഫൻസിലേക്ക് പോകുന്നു. അതേപോലെ തിരിച്ചും അതേപോലെയാണ് കളി പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്ററായിട്ട് ഷോട്ടുകളും ടാർഗറ്റ് ഷോട്ടുകളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിരുന്നു മാഞ്ചസ്റ്ററിനേക്കാൾ. കാരണം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഡിഫൻസ് കുറച്ചുകൂടി ഫിസിക്കലി ബെറ്റർ ആയിരുന്നു. മെലങ്കോവിച്ച് ആണെങ്കിലും മുറിലോ ആണെങ്കിലും ഷെഷ്കോനെ നല്ല രീതിയിൽ പൂട്ടുന്നതാണ് കണ്ടിട്ടുണ്ടായത്. പിന്നെ വിങ്ങിലാണെങ്കിൽ കൂഞ്ഞാനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എംബൂമേനെ ആണെങ്കിലും ഹമാദിനെ ആണെങ്കിലും അവിടെ നല്ല രീതിയിൽ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അധികം ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിടുന്നുണ്ടായിരുന്നു. ഫിസിക്കലി നല്ല ചാലഞ്ച് ഷെഷ്കോന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെഷ്കോൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ടച്ചുകളെല്ലാം വളരെ മോശമായിരുന്നു. 2-3 നല്ല നല്ല ടച്ചുകൾ എടുക്കേണ്ട ചാൻസസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഷെഷ്കോ മിസ് ചെയ്യുന്ന ഒരു അവസരമാണ് കണ്ടത്. എന്തായാലും കളിയിൽ ഇപ്പം 3 കളിയാണെങ്കിലും ബെറ്റർ ആയിട്ടാണ് നമ്മൾക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ചില കളികളിൽ അങ്ങനെ ആയിരിക്കും. അത് ഷെഷ്കോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 30 മിനിറ്റ് വരെ കളി ഒരു അങ്ങും ഒരു നോർമലായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നെങ്കിലും 33-ാമത്തെ മിനിറ്റിൽ ഒരു കോർണർ കിട്ടുവാണ് യുണൈറ്റഡിന് അനുകൂലമായിട്ട്. ആ കോർണർ കിട്ടാണ്ട സാഹചര്യം എന്ന് പറയുന്നത് 31-ാമത്തെ മിനിറ്റിൽ എംബുമോ ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കും ഷെഷ്കോനെ നേരെ. അപ്പോൾ ഷെഷ്കോയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയർ അത് ക്ലിയർ ചെയ്ത ബോള് അത് ഫുള്ളായിട്ട് പുറത്ത് പോയിട്ടില്ല എന്നാണ് കമാൻഡേറ്റേഴ്സ് പറയുന്നത്. ഒരു ചെറിയൊരു ഭാഗം ലൈനിന് ടച്ചായിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വാറിന്
പോയില്ല. അത് റഫറി നേരെ കോർണർ വിധിക്കുന്നു. ആ കോർണർ ബ്രൂണോ എടുക്കുക. ബ്രൂണോ എടുത്ത ആ കോർണർ കസമീറോ ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റും. അങ്ങനെ യുണൈറ്റഡ് 1-0 മുന്നിട്ട് നിൽക്കും. അതിനുശേഷം പല സന്ദർഭങ്ങളിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഡിഫൻഡേഴ്സ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെടുത്ത് പറയത്തക്ക ലൂക്ക് ഷോവും ഡിലൈറ്റും നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂറോ മോശമൊന്നും ഉണ്ടായിരുന്നില്ല. യൂറോ അത്യാവശ്യം ഗ്യാപ്പ്, അതായത് മിഡ്ഫീൽഡിലെല്ലാം സ്പേസ് കിട്ടുമ്പോഴെല്ലാം ആൾ മുന്നോട്ടേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു, പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. യൂറോവും വലിയ മോശമൊന്നും ഉണ്ടായില്ല. പക്ഷേങ്കിൽ നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് ഡിലൈറ്റും. ഇപ്പോൾ ഡിലൈറ്റ് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ലൂക്ക് ഷോവും നല്ല രീതിയിൽ തന്നെ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഡാലോട്ട് വളരെ മോശം. ഡാലോട്ടിന് ഇതേപോലെ അറ്റാക്കിംഗ് റോള്, വിങ്ങിൽ അറ്റാക്കിംഗ് റോൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു സ്പേസ് എതിർ ടീമിന് ക്രിയേറ്റ് ആയി കിട്ടും. പിന്നെ ഇതേപോലത്തെ നല്ല സെറ്റ് പീസുകളും ഇതൊക്കെ എടുക്കാൻ അഗ്രഗണ്യരായ ടീമുകളാണെങ്കിൽ പിന്നെ യുണൈറ്റഡിനോട് പറയേണ്ട കാര്യമില്ല. അവരെന്തായാലും 2-3 ഗോൾ അടിച്ച് സിമ്പിളായിട്ട് കളി സീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡാലോനെല്ലാം നല്ല രീതിയിൽ ഡിഫൻസിൽ വർക്ക് ഏൽപ്പിച്ചിട്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്, സെക്യൂർ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് എന്തായാലും പണി വാങ്ങിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് 1-0 യുണൈറ്റഡ് മുന്നിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ 48ാമത്തെ മിനിറ്റിൽ ഒരു യുണൈറ്റഡ് ഒരു കോർണർ കൺസിഡർ ചെയ്യാം. അത് അമാദ് അവരെ ഒരു ക്രോസ് കൊടുത്തതാണ്. അമാദ് അത് ക്ലിയർ ചെയ്ത് കോർണർ അവർക്ക് കിട്ടി. ആ കോർണർ നോട്ടിംഗ്ഹാമിൻ്റെ പ്ലെയർ എടുക്കുന്നു. അത് നമ്മുടെ ഗോൾ കീപ്പർ ക്ലിയർ ചെയ്തായിരുന്നു. അത് ചെയ്തിട്ട് എന്താണ് നമ്മുടെ പ്ലെയേഴ്സ്, അതായത് ഡയലോട്ടാണെങ്കിലും പിന്നെ കൂഞ്ഞാണെങ്കിലും എന്താണ് അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ 3 പ്ലെയേഴ്സാണ് അവിടെ ഉണ്ടായത് ആ ബോക്സിന് പുറത്ത്. അവരൊക്കെ ഉണ്ടായിട്ടാണ് അവിടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഒരു പ്ലെയർ സിമ്പിളായിട്ടൊരു ക്രോസ്, അത് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ആ ക്ലോസ് ഡൗൺ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ആ ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അത് ക്ലോസ് ഡൗൺ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഗോൾ വരില്ലായിരുന്നു. അത് കറക്റ്റായിട്ട് ഗിബ്സ് വൈറ്റിലേക്ക് വരുവാണ്. അവിടെ ഗിബ്സ് വൈറ്റിനെ മാർക്ക് ചെയ്യുന്ന ആരാണ്? ദിയാലോ. ഈ ഹൈറ്റ് കുറഞ്ഞ ദിയാലോ ആണ് ഗിബ്സ് വൈറ്റിനെ മാർക്ക് ചെയ്യുന്നുണ്ടായത്. അവിടെ ശരിക്കും യുണൈറ്റഡിൻ്റെ ഡിഫൻസ് അവിടെ സ്കാറ്ററായിട്ടാണ് ഉണ്ടായത് ആ ക്ലിയർ ചെയ്തതിന് ശേഷം. അപ്പോൾ ആ ദിയാലോനൊന്നും ചെയ്യാനില്ല അവിടെ. ഗിബ്സ് വൈറ്റ് സെക്കൻഡ് പോസ്റ്റിലേക്ക് സിമ്പിളായിട്ട് അടിച്ച് ഗോളാക്കി മാറ്റും. അവിടെ ഗോൾ കീപ്പറും ട്രൈ ചെയ്ത് നോക്കി, ഗോൾ കീപ്പർക്കും പറ്റിയില്ല. അങ്ങനെ 1-1. പിന്നെ ഇവർ വിങ്ങിലൂടെ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അവർക്ക് ശരിക്കും യുണൈറ്റഡിൻ്റെ വീക്ക്നെസ് ശരിക്കും മനസ്സിലായി. റൈറ്റ് വിങ് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വീണ്ടും അതേപോലെ ഒരു ക്രോസ് വരുവാണ് 50ാമത്തെ മിനിറ്റിൽ. അത് അവിടെ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സെല്ലാം ആകെ ഒരു വല്ലാത്തൊരു പെരങ്ങി കളിക്കുന്ന പോലെയാണ് കളിച്ചത്. അത് ഡയലോട്ടിനെ അവിടെ ഡയലോട്ട് അവിടെ ക്ലിയർ ചെയ്യാൻ നോക്കുന്നു, ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് സവോണ എന്ന് പറഞ്ഞൊരു അവരുടെ നല്ലൊരു പ്ലെയർ, ആ പ്ലെയറിൻ്റെ കാലിലാണ് എത്തിയത്. പിന്നെ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഇവരും അതേപോലെ തന്നെ. ഇവർക്ക് പിന്നെയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജീസസ് എന്ന് പറഞ്ഞ അവരുടെ ഫോർവേഡിന് നല്ലൊരു ക്രോസ് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിബ്സ് വൈറ്റാന്ന് തോന്നുന്നു. അത് ചെറിയ 1 ഇഞ്ച് വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അല്ലാന്നുണ്ടെങ്കിൽ 3-1 അവർ കളി പിടിച്ചിരുന്നെങ്കിൽ. ഷോൺ ടൈസന്റെ ടീമാണ് ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. സിറ്റ് ബാക്ക് എന്നെല്ലാം പറഞ്ഞാൽ ട്രെയിൻ പാർക്കിംഗ് അല്ലായിരിക്കും പിന്നെ അവർ ചെയ്യുക. ഗോൾ അടിക്കാനേ പറ്റില്ല. എന്തായാലും ആ ഗോള് വരാഞ്ഞത് ബാക്കി. അതിനുശേഷം 60ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഒരു നല്ലൊരു ഷോട്ട് പുറത്തുനിന്ന്, ബോക്സിൻ്റെ പുറത്തുനിന്ന് ഒരു നല്ലൊരു ഷോട്ട് അൺലീഷ് ചെയ്യാം. അത് ബാറ് തട്ടി പുറത്തേക്ക് വന്നു. നിർഭാഗ്യം. നമ്മൾക്ക് നിർഭാഗ്യം. അത് തിരിച്ച് റീബൗണ്ട് വന്നത് കസമീരോൻ്റെ കാലിലേക്കാണ്. അവിടെ മുറിലോ ആണോ മെലങ്കോവിച്ചാണോ എന്നറിയില്ല, നല്ല രീതിയിൽ പ്രഷർ ഇടുന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കസമീരോന് അത് ക്ലിയർ ചെയ്യാൻ, അത് പോസ്റ്റിലേക്ക് ടാപ്പിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ കസമീരോന് ഈസി ആയിട്ട് അത് ഉള്ളിലേക്ക് ഗോളാക്കി മാറ്റാമായിരുന്നു. എന്തായാലും അത് നമ്മൾക്കൊരു നിർഭാഗ്യമായി മാറി. അതിനുശേഷം യുണൈറ്റഡും
പിന്നെ നോട്ടിംഗ്ഹാമും നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. നോട്ടിംഗ്ഹാമിന് നല്ല സ്പേസ് വിങ്ങിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അവർ അത്യാവശ്യം കൗണ്ടർ അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യുണൈറ്റഡ് എങ്ങനെയെങ്കിലും തിരിച്ചൊരു ഗോൾ അടിക്കുക എന്നുള്ളത്. അതിനിടയ്ക്ക് ഡാലോട്ടിനെ മാറ്റി ഡോർഗുവിനെ കൊണ്ടുവന്നു, മസറാവിനെ കൊണ്ടുവന്നു, ലെനിയോറോനെ മാറ്റിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 80ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡിന് അനുകൂലമായിട്ടൊരു കോർണർ കിട്ടും. അത് എംബൂമോ എടുക്കുന്നു. അത് യുണൈറ്റഡിൻ്റെ സെഷ്കോന്ന് തോന്നുന്നു അത് ഹെഡ് ചെയ്തു. അത് ഡോർഗുവിൻ്റെ കയ്യിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഇടപെട്ടു. അത് ഡെലിബറേറ്റ് അല്ല, അത് ഇൻറ്റൻഷനിൽ ചെയ്തതല്ല എന്നുള്ളതാണ്. ചെറിയൊരു ടച്ച് ഉണ്ടായിരുന്നു തോന്നുന്നത്. അത് ഇൻറ്റൻഷനിൽ അല്ല എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഗോൾ കൊടുത്തത്. എന്തായാലും അത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയർ ഹെഡ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. അത് നല്ലൊരു വോളി അമാദ് അടിച്ച് പോസ്റ്റിലേക്ക് കയറ്റുക. അടിപൊളി ഗോള്. അങ്ങനെ 2-2 സമനിലയാക്കാം യുണൈറ്റഡ് 80ാമത്തെ മിനിറ്റിൽ. അതിനുശേഷം യുണൈറ്റഡ് മാക്സിമം ശ്രമിച്ചു. പക്ഷേങ്കിൽ അവർ ഡിഫൻസ് അവർക്കൊരു പോയിന്റ് എന്തായാലും കിട്ടണം. കാരണം അവർ ഇപ്പോൾ റെലിഗേഷൻ സോണിലാണുള്ളത് നോട്ടിംഗ്ഹാം. അതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു പോയിന്റ് കിട്ടണം. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം സിറ്റ് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആവശ്യമുള്ള സമയത്ത് മാത്രം കൗണ്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എംബൂമോനാണെങ്കിലും കൂഞ്ഞക്കാണെങ്കിലും അവിടെ യാതൊരു സ്പേസും ഉണ്ടായിരുന്നില്ല. അവർക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അവർ എംബൂമോനെയും അമാദിനെല്ലാം അവിടെ 3 പ്ലെയേഴ്സാണ് അവിടെ വന്നിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻവേർട്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ അമാദിന് ചെറുതായ രീതിയിൽ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എംബൂമോന് തീരെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എംബൂമോ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. നല്ല കളിയായിരുന്നു. എംബൂമോ കളിച്ചിട്ടുണ്ടായിരുന്നു, കൂഞ്ഞ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. ഷെഷ്കോന് ഇന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ടച്ചുകൾ കറക്റ്റായിട്ട് വരുന്നുണ്ടായില്ല. അതൊഴിച്ചാൽ ഷെഷ്കോ മാക്സിമം ഡിഫൻസിനാണെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും 2-2 ഈ മാച്ച് സീൽ ചെയ്തു. ഒരു പോയിന്റും കൊണ്ട് നമ്മൾ വന്നു. ഹാപ്പി. എന്തായാലും തോറ്റില്ലല്ലോ, അതൊരു സന്തോഷം. പക്ഷെ ജയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇപ്പം തുടർച്ചയായിട്ടുള്ള 3 കളികളെ ഇത് അങ്ങോട്ടേക്ക് സ്റ്റോപ്പായിരിക്കാം. ഇപ്പോൾ അടുത്ത കളി ടോട്ടൻഹാമിനെതിരെയാണ്. അതൊരു ബിഗ് മാച്ചാണ്, അവരുടെ ഗ്രൗണ്ടിലാണ്. എന്തോ അറിയില്ല. ടാറ്റിക്സ് കുറച്ചുകൂടെ ഒന്ന് കോമ്പാക്റ്റ്, ഡിഫൻസും മിഡ്ഫീൽഡും എല്ലാം കുറച്ചുകൂടി കോമ്പാക്റ്റ് ആകേണ്ടിയിരിക്കും അടുത്ത കളിയിൽ. കാരണം അവരും ഈ സെറ്റ് പീസിലെല്ലാം നല്ല രീതിയിൽ ഗോളടിക്കാൻ പ്രാപ്തരായിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കേണ്ടിയിരിക്കും. അധികം അറ്റാക്കിങ്ങിനും പോവാതെ, അധികം പ്രസ് ചെയ്യാതെ കളിക്കേണ്ടി വരും അടുത്ത കളികൾ. അതെന്തായാലും വലിയ ടീമുകൾക്കെതിരെ അമോറിം നല്ല രീതിയിൽ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെലിഗേഷനിലുള്ള ഇപ്പം ടെൻഹാഗിൻ്റെ ഇതാണെങ്കിലും ചില വലിയ ടീമുകൾക്കെതിരെല്ലാം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പം വലിയ ടീമുകൾക്കെതിരെല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ടീമുകൾക്കെതിരെയാണ് ഇപ്പം പ്രശ്നങ്ങളുള്ളത്. റെലിഗേഷനിലുള്ള ടീമുകൾക്കെതിരെയെല്ലാം ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിപ്പോഴും കാണുന്നുണ്ട്. അത് മെയിനായിട്ട് സെറ്റ് പീസിലെല്ലാം. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനെതിരെല്ലാം വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കും. എന്തായാലും അടുത്ത ആഴ്ച പുതിയൊരു ടീമുമായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമല്ലേ കളിയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ടോട്ടൻഹാമിലാണെങ്കിൽ മിഡ് വീക്കിലെല്ലാം കളിയുണ്ട്. ഇപ്പോൾ കരാബോ കപ്പും ഇല്ല, ഒന്നുമില്ല യുണൈറ്റഡിന്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കളിക്കണം. ഇപ്പോൾ ടേബിളിൽ ഭയങ്കര കോമ്പറ്റീഷനാണുള്ളത്. ആർസനൽ മാത്രമേ ഒരു 6 പോയിന്റ് മുന്നിലുള്ളൂ. ബാക്കി എല്ലാം കോമ്പറ്റീഷനാണ്. അതായത് 19 അതിന് താഴേക്കാണ്. എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് കുറേ ടീമുകൾ ഉള്ളത്. ഒരു 10-15 ടീമുണ്ട്. അപ്പോൾ ടേബിള് എങ്ങനെ വേണമെങ്കിലും മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൊടുത്ത് ജയിക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഈ അടുത്ത ജനുവരി ട്രാൻസ്ഫർ വരെയൊക്കെങ്കിലും നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ജനുവരിയിൽ കുറച്ച് സൈനിങ്ങൾ വരാനുണ്ടാവും, ഉറപ്പാണത്. അമോറിമിന് വേണ്ട സൈനിങ്ങൾ വന്നാൽ അമോറിം കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ ടീമിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇനിയും നല്ല രീതിയിൽ കളിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ടോട്ടൻഹാം ഫോറസ്റ്റ് ഇതിനെതിരെ പുതിയ കളി ടാറ്റിക്സും കാര്യങ്ങളെല്ലാം കാണാം. അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ.